പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി വിവാദങ്ങൾക്കിടെ ഇന്ന് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഫണ്ട് തിരിമറി വെളിപ്പെടുത്തലിലൂടെ CPM-നെ പ്രതിസന്ധിയിലാക്കിയ കുഞ്ഞികൃഷ്ണനെതിരെ കടുത്ത നടപടിയുണ്ടായേക്കും. അതേസമയം വിഷയത്തിൽ CPM-നെതിരെ പ്രതിഷേധവും ശക്തമാക്കുകയാണ് കോൺഗ്രസും BJP-യും. വർഷ ഗിരീഷ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. വർഷ, വലിയ ഒരു CPM-നെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണന്റെ ആ ഒരു പരാമർശം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പാർട്ടി തീർച്ചയായും അതിനെ അതിജീവിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കാനുള്ള ഒരു നീക്കങ്ങളിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. പ്രതിഷേധവും ഉണ്ടല്ലോ BJP-യും കോൺഗ്രസും ഒക്കെ. അതെ അഖില, തീർച്ചയായും CPM-നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണന്റേത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CPM-നെതിരെ കോൺഗ്രസും BJP-യും മുന്നോട്ട് വെക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കാൻ തന്നെയാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും മറ്റു മുതിർന്ന നേതാക്കളും എല്ലാം തന്നെ വി കുഞ്ഞികൃഷ്ണനെതിരെ പറഞ്ഞിരുന്നു. അവരെല്ലാം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞികൃഷ്ണൻ ഒഴികെ മറ്റെല്ലാവരും കള്ളന്മാർ എന്ന രീതിയിലാണ് കുഞ്ഞികൃഷ്ണന്റെ മുന്നോട്ടുള്ള പോക്കിയെന്നാണ്. അത്തരത്തിൽ കടുത്ത രീതിയിലുള്ള വിമർശനമാണ് വി കുഞ്ഞികൃഷ്ണനെതിരെ മറ്റ് CPM നേതാക്കളെല്ലാം ഉന്നയിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് ചേരുന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ പയ്യന്നൂരിൽ കോൺഗ്രസും അതേപോലെ BJP-യും മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ MLA TK മധുസൂദനൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം റോഡിൽ നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസമുള്ള നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നെല്ലാം അതെല്ലാം വ്യക്തമാണ്. കാരണം അത്ര വലിയൊരു ആരോപണമാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. താൻ മുമ്പും ഈ ആരോപണമെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇതിന് വില നൽകിയില്ല എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പ്രധാനമായും പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട്, അതേപോലെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട്, ഈ 3 ഫണ്ടുകളിലും തിരിമറി നടത്തിയെന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. പാർട്ടിയെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് വളരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്നുള്ളതാണ് CPM നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് എങ്ങനെ പാർട്ടിക്കിടയിൽ തന്നെ എങ്ങനെ മറ്റ് സാധാരണ അണികൾക്കിടയിൽ ഇത് എങ്ങനെ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളൊരു പ്രതിസന്ധിയിലാണ് CPM ഉള്ളത്. അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കുക എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം നാളെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിന് ശേഷം ഉണ്ടായില്ലെങ്കിൽ അത് നാളെ ആയിരിക്കും. എന്തായാലും ഇന്ന് തന്നെ നടപടി ഉണ്ടാകാൻ തന്നെയാണ് നിലവിലെ സാധ്യത. വർഷ, ഈ CPM അങ്ങനെ മുഖം രക്ഷിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ തീർച്ചയായും കുഞ്ഞികൃഷ്ണനും ഒരു മറുവഴി ഉണ്ടാകുമല്ലോ. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് എന്താണ് ഈ വിഷയത്തിൽ? ഇനി ഒരുപക്ഷെ മറ്റൊരു പാർട്ടിയിലേക്ക് ചേരാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായി തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമായിരിക്കുമോ? അഖില, തീർച്ചയായും കുഞ്ഞികൃഷ്ണൻ എന്ത് വന്നാലും താൻ നേരിടുമെന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം CPM മുതിർന്ന നേതാക്കളെല്ലാം പ്രതികരിച്ചപ്പോഴും എന്ത് നടപടി വന്നാലും താൻ നേരിടും. കാരണം അത്ര വലിയൊരു ആരോപണമാണ് താൻ ഉന്നയിച്ചിരിക്കുന്നത്. ചർച്ച ചെയ്യപ്പെടേണ്ട ആരോപണമാണ് താൻ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് തവണ താനിത് പാർട്ടിയിൽ ഉൾപ്പെടെ പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴൊന്നും ആരും ഇത് ചെവി കൊണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ ഈ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കിടയിലേക്ക് വന്നത് എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നടപടിയെ കുഞ്ഞികൃഷ്ണൻ ഭയക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ മറ്റു പാർട്ടിയിലേക്കുള്ള സാധ്യതകളൊന്നും ഇതുവരെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മറ്റു പാർട്ടികളിലേക്ക് സ്വാഭാവികമായിട്ടും കുഞ്ഞികൃഷ്ണൻ ക്ഷണിക്കപ്പെടും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എന്തായിരിക്കും ഇനി കുഞ്ഞികൃഷ്ണന്റെ നിലപാട് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്.